നമസ്കാരം പ്രിയമുള്ളവരെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. കോഴിക്കോട് താമരശ്ശേരിയിൽ വെറും 14-15 വയസ്സു മാത്രം പ്രായമുള്ള ഷഹബാസ് എന്ന വിദ്യാർത്ഥി സ്കൂളുകൾ തമ്മിലുള്ള വിദ്യാർത്ഥികളുടെ സംഘട്ടനത്തിൽ കൊല ചെയ്യപ്പെട്ട വിവരം വളരെ ദുഃഖാർദ്രമായാണ് നമ്മൾ ഏറ്റുവാങ്ങുന്നത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സ്വകാര്യ ട്യൂഷൻ സെൻ്ററിലെ സെൻഡ് ഓഫുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന ഒരു DJ പാർട്ടിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് ഷഹബാസിൻ്റെ മരണത്തിലേക്ക് നയിച്ചത് എന്നാണ്. കാരണം ഷഹബാസ് ആ സമയത്ത് ഈ സെൻഡ് ഓഫുമായി ബന്ധപ്പെട്ട സമയത്ത് ട്യൂഷൻ സെൻറ്ററിൽ ഇല്ലാതിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ചില കൂട്ടുകാരൊക്കെ ഈ സംഘടനകളിൽ ഉണ്ടായിരുന്നു. അവരെ സഹായിക്കുവാൻ വേണ്ടി ഷഹബാസ് എത്തിയതാണ്. അദ്ദേഹം ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു, കൊല ചെയ്യപ്പെട്ടു എന്നതാണ് ഇപ്പോൾ വരുന്ന യാഥാർത്ഥ്യം. മറ്റൊന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ട്യൂഷൻ സെൻ്ററുകളിലൊക്കെ ഈ സെൻഡ് ഓഫിൽ ഇത്തരം DJ പാർട്ടികൾ നടത്തുന്നത് എത്രത്തോളം അഭികാമ്യമാണ് എന്നതാണ്. കാരണം നമ്മുടെ ചുറ്റുപാടുകളും സമൂഹവും ഒക്കെ കൂടുതൽ എൻജോയ്മെൻറ്റ് ചെയ്യാനുള്ള അവസരങ്ങളിലൊക്കെ ഈ മദ്യവും മയക്കുമരുന്നുമൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ട്. ഞാൻ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് DJ പാർട്ടിയിൽ കുട്ടികൾ അങ്ങനെയുള്ള എന്തെങ്കിലും യൂസ് ചെയ്തിട്ടാണ് എന്ന് പറയുകയല്ല. കാരണം അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ DJ പാർട്ടികൾ ഒരു പരിധിവരെ ഇത്തരം ട്യൂഷൻ ഹോമുകൾ നിയന്ത്രിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മുടെ സമൂഹം അത്രത്തോളം ഒരു ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടു പോയിരിക്കുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് തന്നെ ഈ DJ പാർട്ടികളൊക്കെ ട്യൂഷൻ സെൻ്ററുകളിലും സ്കൂളുകളിലൊക്കെ നടത്തണമോ എന്നതിനെപ്പറ്റി അതുമായി ബന്ധപ്പെട്ട ആളുകളും രക്ഷകർത്താക്കളുമൊക്കെ വളരെ ആശങ്കാകുലരായി ചിന്തിക്കേണ്ട ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് ഞാൻ പറയട്ടെ, എനിക്ക് ആ കുട്ടി മരണപ്പെട്ടതിനേക്കാളൊക്കെ വേദനിപ്പിച്ചത് ആ കുട്ടിയുടെ മരണത്തിനു കാരണക്കാരായ ചില വിദ്യാർത്ഥികളുടെ ഇൻസ്റ്റഗ്രാം ചാറ്റുകൾ പുറത്തു വരുമ്പോഴാണ്. അവനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ആക്രമിക്കുകയായിരുന്നു. ഞാൻ അവനെ കൊല്ലുമെന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ അവൻ്റെ കണ്ണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് ഉത്തരവാദികളായ കുട്ടികൾ അവൻ മരിക്കും എന്നുറപ്പായിട്ടും എന്തായാലും അടുത്ത പ്രദേശങ്ങളായിരിക്കുമല്ലോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സമയം കൂടിയാണിത്. അപ്പോൾ എന്തായാലും ഷഹബാസ് എന്ന് പറയുന്ന മോൻ വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നു എന്ന് അവനെ ആക്രമിച്ച വിദ്യാർത്ഥികൾ അറിഞ്ഞിട്ടുണ്ടാകണം. എന്നിട്ടും ആ ഇൻസ്റ്റഗ്രാം ചാറ്റുകൾ നിറഞ്ഞു നിൽക്കുന്നത് ആ കുട്ടികളുടെ ഒരു മനോവൈകൃതമാണ്. അവൻ്റെ കണ്ണ് പോയിട്ടുണ്ട്, ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞതല്ലേ, അവനിപ്പോൾ മരിക്കാറായിട്ടുണ്ട്, മരണപ്പെട്ടാലും വലിയ കേസൊന്നും വരത്തില്ല, കാരണം അവരിങ്ങോട്ട് ആക്രമിക്കാൻ വന്നതാണ്, ഒരു കൂട്ട സംഘടനത്തിനിടയിൽ ഒരാൾ കൊല ചെയ്യപ്പെട്ടാൽ കേസ് വരില്ല എന്നൊക്കെയുള്ള ആ കുട്ടികളുടെ വാട്സപ്പ് ഇൻസ്റ്റഗ്രാം ചാറ്റുകൾ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ഒരു ക്രിമിനലിസത്തെ ആരാധിക്കുന്ന ഒരു പൊതു സ്വഭാവം കുട്ടികൾക്കിടയിൽ കാണുന്നു എന്നത് ഒട്ടും ആശങ്കാജനകമല്ല. കാരണം ഞങ്ങളും കോളേജിലും സ്കൂളുകളിലുമൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത്തരം സംഘടനകളിലൂടെ കടന്നു പോകുമായിരുന്നുവെങ്കിലും അതൊക്കെ ഒരു താത്കാലികമായിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ രമ്യമായി പരിഹരിക്കപ്പെടുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. കാരണം ഞങ്ങൾ പഠിച്ച ഒരു കാലഘട്ടത്തിൽ സിനിമയോ അതുപോലുള്ള പൊതുസമൂഹമോ ഒന്നും ഇത്തരം ക്രിമിനൽസത്തെ ഹീറോവൽക്കരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കാണുന്ന സിനിമകളൊക്കെ, ഇപ്പോൾ ഈ അടുത്ത് കാണുന്ന എല്ലാ സിനിമകളും തന്നെ ഇത്തരം സംഘടന രംഗത്തെ, പ്രത്യേകിച്ച് ഈ കൗമാരക്കാർ ഇത്തരം സംഘടനകളിലൊക്കെ ഏർപ്പെടുന്നതിനെ ഒരു ഹീറോവൽക്കരിക്കുന്ന പൊതു സ്വഭാവം ഉണ്ടായിട്ടുണ്ട്. അത് ഇത്തരം കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും അഥവാ തങ്ങൾ ഇത്തരം പ്രവൃത്തികൾ ചെയ്താൽ സമൂഹത്തിൽ ഒരു ഹീറോ പരിവേഷം കിട്ടും എന്നൊരു തോന്നലുണ്ടാക്കുന്നതിനും കാരണമായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ കൗമാരപ്രായക്കാരായ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്നു, എന്തെങ്കിലും കേസിലും കാര്യങ്ങളിലൊക്കെ അകപ്പെട്ടു പോയാലും അല്ലെങ്കിൽ സംഘടനകൾ കൊല ചെയ്യപ്പെട്ടാലും ഒക്കെ ഉള്ള വിപത്തിൻ്റെ ഒരു ആഴം പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ വാസ്തവം. പ്രത്യേകിച്ചും ഈ സ്കൂളുകളുമായി ബന്ധപ്പെട്ടും ഈ ഒക്കെ ഒരുപാട് ക്രിമിനൽ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരെയൊക്കെ ഹീറോയായി കാണുന്ന ഒരു പൊതു സ്വഭാവം ഈ 14, 15, 16 വയസ്സുകളിലൊക്കെ ഉണ്ടാകാറുണ്ട്. ഈ അടിപിടി കേസുകളിലെയും ഈ കൊലക്കേസുകളിലെയും ഒക്കെ പ്രതികളെയൊക്കെ ഹീറോയായി കാണുന്ന ഒരു മനോഭാവം കുട്ടികൾക്കിടയിൽ ഈ പ്രായങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യത സൈക്കോളജിക്കലി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ അവരുമായിട്ട് വളരെ സൗഹൃദത്തിൽ തന്നെ ഇതിൻ്റെ ഒരു അപകടം പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ചും ഈ സ്കൂളുകളും ഈ ക്ലാസ്സുകളും തമ്മിലുമൊക്കെ സംഘടനത്തിൽ ഏർപ്പെടുമ്പോൾ ഇവരെ സഹായിക്കുവാൻ വേണ്ടി ആ പ്രദേശത്തെ ക്രിമിനൽ സംഘങ്ങൾ വരാറുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിലെ കുട്ടികളൊക്കെ ഇത്തരം ക്രിമിനൽ സംഘങ്ങളുമായിട്ട് ഒരു
ബന്ധമുണ്ടാക്കുവാൻ ശ്രമിക്കാറുണ്ട് എന്നൊരു യാഥാർത്ഥ്യം കൂടി ഞാൻ ഈ അവസരത്തിൽ ചേർത്ത് കുറിക്കുകയാണ്. ഇതൊക്കെ വളരെ അപകടകരമായൊരു സിറ്റുവേഷനിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടെത്തിക്കുന്നു എന്ന യാഥാർത്ഥ്യം മാതാപിതാക്കളും സമൂഹവും ഒക്കെ തിരിച്ചറിയാനുള്ളതുണ്ട്. കുട്ടികൾക്ക് അതിനാവശ്യമായ കൗൺസിലിങ്ങുകളും കൊടുക്കേണ്ടതുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. മറ്റൊരു വാർത്ത കൂടി ഈ അവസരത്തിൽ പുറത്തു വരികയാണ്. അതും വളരെ ഭയാനകമാണ്. ഒരു പിതാവിൻ്റെ വളരെ തേങ്ങിക്കൊണ്ടുള്ള ഒരു സ്വരം നമ്മൾ ഈ അടുത്ത മണിക്കൂറുകളിൽ മാധ്യമങ്ങളിൽ കണ്ടു. അദ്ദേഹം പറയുന്നത് തൻ്റെ മകളെ 14 വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ മകളെ സുഹൃത്തുക്കൾ ചോക്ലേറ്റിൽ ഡയറി മിൽക്കിലൊക്കെ ഡ്രഗ്സ് കലർത്തി കൊടുത്ത് പീഡിപ്പിച്ചു എന്ന വാർത്തകൾ കൂടി പുറത്തു വരികയാണ്. അതുമാത്രമല്ല, അവർ അത്തരം വാർത്തകൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു എന്ന വാർത്തയും അതുപോലെ ആ ഇൻസ്റ്റഗ്രാമും പോസ്റ്റുകളും അവരുടെ വോയിസ് റെക്കോർഡുകളും ഒക്കെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നിമിഷം കൂടിയാണ് ഇന്ന്. വളരെ ഭയാനകമാണ് നമ്മുടെ നാട്ടിൻ്റെ പോക്ക് എന്ന് പറയാം. കാരണം കാര്യക്ഷമമായ ഒരു സംവിധാനം ഇവിടെ ഉണ്ടോ എന്ന് തന്നെ നമുക്ക് ചോദ്യങ്ങൾ ഉയർത്തുന്ന സമയമാണ്. ഡ്രഗ്സിൻ്റെയും അതുപോലെ വയലൻസിൻ്റെയും ഒക്കെ അമിതമായ ഒരു ആരാധന നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. ഇത്രയും കൊലപാതകങ്ങൾ ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് നടന്നിട്ടും അതിൻ്റെ സ്രോതസ്സ് കണ്ടുപിടിക്കുവാൻ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് കഴിയുന്നില്ല എന്ന് പറയുന്നത് വളരെ വിഷമം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്നത് വളരെ യാഥാർത്ഥ്യമാണ്. കാരണം അത്രത്തോളം ഡ്രഗ്സുമായി ബന്ധപ്പെട്ട മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കൊലപാതകങ്ങൾ ഈ അടുത്ത 2025 ജനുവരി തൊട്ട് മാർച്ച് 1 വരെ നടന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ സ്രോതസ്സുകൾ, മയക്കുമരുന്ന് വരുന്ന സ്രോതസ്സുകൾ തടഞ്ഞു നിർത്തുവാൻ നമ്മുടെ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് വളരെ വേദനാജനകമാണ് എന്ന് പറയാതിരിക്കുവാൻ കഴിയില്ല. എന്തായാലും വയലൻസും അതുപോലെ ഓപ്പൺ സെക്സും അതുപോലെ ഈ ഡ്രഗ്സുമൊക്കെ നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു എന്നത് വലിയൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ മാതാപിതാക്കന്മാരും ഗവൺമെൻറ്റും ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമൊക്കെ ഒന്നു ചേർന്ന് നിന്ന് മാത്രമേ ഇത്തരത്തിലെ ഒരു സാമൂഹ്യ അവസ്ഥയിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ രക്ഷിച്ചെടുക്കുവാൻ പറ്റൂ എന്നത് വളരെ വലിയ യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് അതിനെപ്പറ്റിയുള്ള അവയർനെസ് പറഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യണം. ഇത്തരം മയക്കുമരുന്നുകൾ യൂസ് ചെയ്യുന്നതിനുള്ള നില, അതുപോലെ തന്നെ ഈ സംഘടനകളിൽ ഏർപ്പെടുമ്പോഴുണ്ടാകുന്ന സാമൂഹിക അവസ്ഥ എല്ലാം പറഞ്ഞു മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ യുവത്വത്തിനും അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കന്മാർക്കും ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ വസ്തുത. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നന്ദി, നമസ്കാരം. ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ സമൂഹത്തെയും നമ്മുടെ കുട്ടികളെയും ദൈവം കാത്തുകൊള്ളട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കുവാൻ കഴിയൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സ്വന്തം കുട്ടികളാൽ കൊല ചെയ്യപ്പെടാനാവാത്ത ഒരവസ്ഥ നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥന മാത്രമാണ് ഈ അവസരത്തിലുള്ളത്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.